ഇന്ന് രണ്ട് ഫ്രണ്ട്സിൻ്റെ കഥയാണ്. അവരെങ്ങനെ സ്നേഹിച്ചിരുന്നുവെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ്. പറഞ്ഞു വരുന്നത് യേശുവിൻ്റെയും ലാസറിൻ്റെയും റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. സുവിശേഷം തുടങ്ങുന്നതിന് എങ്ങനെയാണ്? യേശു സ്നേഹിച്ചിരുന്ന ലാസർ. യേശുവിനെ സ്നേഹിച്ചിരുന്ന ലാസർ എന്നല്ല, യേശു സ്നേഹിച്ചിരുന്ന ലാസർ. യേശുവിന് ചിലരോടൊക്കെ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു. അവരുടെ ഫ്രണ്ട്ഷിപ്പ് വളരെ തിക്കായിരുന്നു. പക്ഷേ ഇന്നത്തെ സുവിശേഷം മുഴുവനും വായിക്കുമ്പോൾ കുറേ ചോദ്യങ്ങൾ അവർ വരും. കാര്യം, സുവിശേഷം തുടങ്ങുന്നിടത്ത് ലാസർ സുഖമില്ലാതെ കിടക്കുകയാണ്. യേശുവിനോട് ആലോചിച്ചെന്ന് പറയുന്നുണ്ട് ലാസറിന് സുഖമില്ല എന്ന്. പക്ഷേ യേശുവിന് മറുപടിയൊന്നും കൊടുത്തിട്ടില്ല. ആ രോഗാവസ്ഥ മൂർധന്യാവസ്ഥയിലെത്തുന്നുള്ള വാർത്ത അറിയുന്നുണ്ട്. സാധാരണ ഒരു ഫ്രണ്ട്ഷിപ്പിലൊക്കെ തീർച്ചയായിട്ടും പോയി കാണേണ്ടതാണ്, പോയി കാണുന്നില്ല. അവസാനം മരണത്തിലേക്ക് എത്തുന്നു, മരിക്കുന്നു എന്നറിയുന്നു. അപ്പോഴും ആ സുഹൃത്ത് യേശു ലാസറിനെ കാണാൻ പോയിട്ടില്ല. ഇതൊക്കെ പോട്ടെ എന്ന് വയ്ക്കാം. ഇനി അടക്കമാണ്. അടക്കവും തീർച്ചയായിട്ടും ആരെങ്കിലുമൊക്കെ പോയി പറഞ്ഞിട്ടുണ്ടാകണം. അടക്കത്തിന് യേശു പോയില്ല. ഇതെന്ത് ഫ്രണ്ട്ഷിപ്പാണ്? ഇതെങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഇതാണോ ഒരു ഫ്രണ്ട്? ഇങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? ഒറ്റ വാക്കിൽ ന്യായീകരിക്കാവുന്ന ഇതാണ്: ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മളൊക്കെ പറയുന്ന പോലെ നോർമൽ ഫ്രണ്ട്ഷിപ്പല്ല. ആ ഫ്രണ്ട്ഷിപ്പിന് കൊടുക്കാവുന്ന ഏറ്റവും മനോഹരമായ പേര് ആത്മീയതയുടെ സൗഹൃദം എന്നാണ്. എന്ന് വെച്ചാൽ നമ്മളൊക്കെ നിൻ്റെ കൂടെ മരണം വരെ കൂടെ ഉണ്ടാകുമെന്ന് പറയില്ലേ? പക്ഷേ ഈ ആത്മീയ സൗഹൃദത്തിനൊരു പ്രത്യേകത, മരണത്തിനപ്പുറത്തേക്ക് നിൻ്റെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ്. ആ സൗഹൃദമാണ് നമ്മൾ ലാസറിൻ്റെയും യേശുവിൻ്റെയും ബന്ധത്തിൽ കാണുന്നത്. കാര്യം, ലാസറിന് ഒരു കാര്യം വളരെ കൃത്യമായിരുന്നു. വേദനിച്ച് വല്ലാണ്ട് മരണത്തിലേക്ക് എത്തിക്കിടക്കുമ്പോഴും ലാസറിനറിയാം യേശു വന്നിട്ടില്ല. പക്ഷെ അവന് സങ്കടമില്ല. മരണത്തിൻ്റെ അവസാന നിമിഷവും ലാസർ നോക്കുന്നുണ്ട്, യേശു എത്തിയിട്ടില്ല. അപ്പോഴും ലാസറിന് സങ്കടമില്ല. മരിച്ചു, അടക്കം ചെയ്തു, അപ്പോഴൊന്നും ഇതിനോർത്ത് ആർക്കും പരാതിയില്ല, പരിഭവമില്ല. കാര്യം, ലാസറിന് ഒരു കാര്യം നന്നായിട്ടറിയാം: എൻ്റെ സുഹൃത്ത് മരണം വരെ വന്ന് കാവൽ നിൽക്കുന്നവനല്ല, മരണത്തിനപ്പുറത്തേക്ക് വന്ന് എന്നെ തിരികെ കൊണ്ടുവരുന്നവരാണ്. അങ്ങനൊരു സൗഹൃദം എനിക്കുണ്ട് എന്നൊരിടത്തിൽ ലാസറിന് പരാതിയോ പരിഭവമില്ല. ആഴമായ വിശ്വാസവും അതിനപ്പുറത്തേക്കുള്ളൊരു സ്നേഹവുമാണ് ലാസറിനുള്ള കൺവിക്ഷൻ. ഇനി യേശുവിന് ലാസറിനോട് എങ്ങനെയായിരുന്നു? യേശുവിന് നന്നായിട്ടറിയാം ലാസറിന് സുഖമില്ല, കുറച്ച് കഴിഞ്ഞ് മരിക്കും. മരണത്തിൻ്റെ അടുത്തെന്നുള്ള വാർത്ത അറിയുമ്പോഴും യേശുവിന് ഹൃദയം പിടയ്ക്കുന്നുണ്ട്. പക്ഷേ യേശുവിന് വലിയ സങ്കടമൊന്നുമില്ല. അവസാനം ലാസർ മരിച്ചു എന്നറിയുന്നു, അടക്കം ചെയ്തു എന്നറിയുന്നു. അപ്പോഴും യേശുവിന് സങ്കടമൊന്നുമില്ല. 4 ദിവസം കഴിഞ്ഞ് വളരെ കൂളായിട്ടാണ് യേശു ലാസറിൻ്റെ വീട്ടിലേക്ക് വരുന്നത്. കാര്യം, യേശുവിന് നന്നായിട്ടറിയാം എനിക്കിവനോടുള്ള സൗഹൃദം ഏത് മരണത്തിനപ്പുറത്തേക്കും തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ഉറപ്പാണ്. ഒരു മരണത്തിനും ഞങ്ങളുടെ ബന്ധത്തെ കീഴ്പ്പെടുത്താൻ പറ്റില്ല എന്നുള്ള ആത്മീയമായ ഒരു ചേർത്ത് നിർത്തലാണ്. അതുകൊണ്ട് ഒരു മരണത്തിനും അവരുടെ സ്നേഹത്തെ തകർക്കാൻ പറ്റിയില്ല. 4 ദിവസം കഴിഞ്ഞിട്ടും ആ സ്നേഹം വളരെ മനോഹരമായി തിരിച്ച് കൊണ്ടുവന്നു. അവർ വീണ്ടും കരം പിടിച്ച ആ സൗഹൃദം മുന്നോട്ട് നീക്കി. എത്ര മനോഹരമായിട്ടാണ് രണ്ടുപേരുടെ ഫ്രണ്ട്ഷിപ്പിനെ ഈ ഗോസ്പൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ സാധാരണ നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളൊരു വാക്കിതാണ്: മരണം വരെ ഞാൻ നിന്നോടൊപ്പം ഉണ്ടാകും. പക്ഷേ ക്രിസ്തു നമ്മളോടൊക്കെ പറയുന്നൊരു വാക്കെന്താണെന്ന് ചോദിച്ചാൽ, മരണത്തിനപ്പുറത്തേക്ക് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാവും. നമ്മളൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ, നമ്മുടെയൊക്കെ കണ്ണീരിൽ, സുഖമില്ലാതാകുമ്പോൾ, വീട്ടിൽ കടബാധ്യതകൾ ഉണ്ടാകുമ്പോൾ, ജീവിതം വല്ലാണ്ട് തകർന്നു പോകുന്ന നിമിഷങ്ങളൊക്കെ വരുമ്പോൾ യേശു വന്നില്ല എന്നോർത്ത്, യേശു ഇടപെടുന്നില്ല എന്നോർത്ത് നമ്മൾ പരാതിപ്പെടാറില്ലേ? ദൈവത്തിന് കണ്ണില്ലേ എന്ന് ചോദിച്ച് നമ്മൾ നിലവിളിക്കാറില്ലേ? ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ പ്രാരാബ്ധ ഘട്ടങ്ങളിലും ദൈവത്തെ പഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് ദൈവത്തോടുള്ള സൗഹൃദം ഒരു ആത്മീയ സൗഹൃദമാകുന്നില്ല. എവിടെയാണ് ആത്മീയ സൗഹൃദം ഉണ്ടാകുന്നത്, അവിടെ ലാസറിനെ പോലെ നമുക്ക് ഉറപ്പുണ്ടാകും. ആ ഉറപ്പ് മരണത്തിനപ്പുറത്തേക്ക് അവൻ തിരിച്ചു വരുന്നതിനെ കൊണ്ടുവരും എന്നുള്ളൊരു ഉറപ്പാണ്. നമുക്ക് ആ ഉറപ്പുണ്ടോ? നമ്മളിപ്പോൾ കടന്നു പോകുന്ന സഹനത്തിനിടയിൽ, ഒറ്റപ്പെടലിൽ, ഇതൊക്കെ കഴിഞ്ഞിട്ടും അവൻ എന്നെ തിരിച്ച് വീണ്ടെടുക്കുമെന്നൊരു ഉറപ്പ് നമുക്കുണ്ടോ? ആ ഉറപ്പുണ്ടോ എന്നൊരു ചോദ്യത്തിനാണ് നമ്മളെല്ലാവരും ഉത്തരം കൊടുക്കേണ്ടത്. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്രിസ്തുവിനും നമുക്കും ആത്മീയ സൗഹൃദമുണ്ട്. അങ്ങനെ ഒരു ഉറപ്പില്ലെങ്കിൽ നമ്മുടെ സൗഹൃദത്തിന് എന്തോ പാകപ്പിഴയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.